ഹലോ, എല്ലാവർക്കും എൻ്റെ റമദാൻ മുബാറക്ക്. ഇന്ന് റമദാനിൻ്റെ ഒരു ചെറിയൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുറേ ദിവസമായി റെസിപ്പി വീഡിയോസിന് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഒരു ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ സോഫ്റ്റും ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് ഒരു 3 മുട്ട വേണം. ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വനില എസൻസ് ചേർക്കുന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് പഞ്ചസാര കൂടുതൽ വേണ്ടവർ കൂടുതൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ സ്പൂണാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മതി. പിന്നെ ഒരു ഇത്തിരി മിൽക്ക് മെയ്ഡും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടൻസ് മിൽക്ക്. അതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഒഴിച്ചു കൊടുത്തതാണ്, നിർബന്ധമൊന്നുമില്ല. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മുട്ട. എന്നിട്ട് ഇതൊരു സൈഡിൽ മാറ്റി വെക്കുക. ഇനി നമുക്കിതിന് വേണ്ടത് ആവശ്യത്തിന് പഴമാണ് കേട്ടോ, നേന്ത്രപ്പഴമാണ്. നല്ല പഴുത്ത പഴം വേണ്ട, കുറച്ച് പഴുക്കാത്ത പഴമാണ് കേട്ടോ വേണ്ടത്. ഞാനിപ്പോൾ കുറച്ചൊന്ന് പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി പഴുക്കാത്ത പഴം ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഇതായിട്ട് കിട്ടും ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. പിന്നെ ഇത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സേമിയാണ് എടുത്തിട്ടുള്ളത്. സേമിയ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പിച്ചിയെടുക്കുക. വറുത്ത സേമിയ ഉണ്ടെങ്കിൽ വറുത്ത സേമിയ എടുക്കുക. ഞാനിപ്പോൾ വറുക്കാത്ത സേമിയായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു നമ്മുടെ പഴംപൊരിയുടെ ഒരു വകയിലൊരു അനിയത്തിയൊക്കെ ആയിട്ട് വരും. അനിയത്തി അല്ലെങ്കിൽ അങ്ങനെ അകന്നൊരു ബന്ധമായിട്ട് വരും കേട്ടോ ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഈ പഴം എടുത്തിട്ട് ഈ ഒരു മൈദയിൽ ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. 2-3 ഇങ്ങനെ മൈദയിൽ കോട്ട് ചെയ്ത് വെക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് മുട്ടയിലും അതുപോലെ ഈ സേമിയയിലും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ആദ്യം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് സേമിയയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എൻ്റെ മോളാണ് ഇങ്ങനെ ലവാക്കി വെച്ചിട്ട് കേട്ടോ സേമിയ. മോളാണ് എനിക്കതൊന്ന് ക്രഷ് ചെയ്ത് തന്നത്. ഞാനിപ്പോൾ ഇടതേ വെച്ചിട്ടാണ് കേട്ടോ കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വല്ലാണ്ട് പറ്റും. ഇത് ശരിക്കും ആക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പറ്റും. ബ്രെഡ് ക്രംസിനേക്കാളും ബുദ്ധിമുട്ടാണ് ഈ ഒരു സേമിയയിൽ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ കേട്ടോ. ബാക്കിയെല്ലാ പഴവും നമുക്ക് ഇതുപോലെ തന്നെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് സേമിയയിൽ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ വെറും പഴം മാത്രം ഇങ്ങനെ മേലെ കാണും. പക്ഷെ നമ്മൾ എങ്ങനെ കോട്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ച് ഇത് എല്ലാം കൂടി ഒന്ന് പോയതുപോലെ ഉണ്ടാവാൻ കേട്ടോ, ഫുൾ എണ്ണയിലേക്ക് പോകും. അപ്പോൾ എല്ലാം നമ്മൾ ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, എല്ലാ പഴവും. ഇനി നമുക്കിത് തിളച്ച എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പാനിൽ എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൽ ഓരോന്നും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു വശം പിന്നെ ഫ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കൂടുതൽ എണ്ണ ഒഴിക്കണ്ട, ഇങ്ങനെ എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. കൂടുതൽ എണ്ണ ഒഴിച്ചാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. ഞാനിപ്പോൾ ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെയാണ് ചെയ്തെടുക്കുന്നത്. എല്ലാം ഒന്ന് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബനാന പിന്നെ വർമസല്ലി സ്നാക്ക് ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളിൽ വേവാൻ തക്കതായിട്ടൊന്നുമില്ലല്ലോ, വെറും പഴം മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പെട്ടെന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് കോരിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആൻഡ് ടേസ്റ്റി ബനാന സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പഴംപൊരിയുടെ ഏകദേശം അടുത്തായിട്ട് വരും കേട്ടോ. അപ്പോൾ ചെറിയൊരു മാറ്റം. അപ്പോൾ നല്ല പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ സിറപ്പൊക്കെ മേലെ ഒഴിച്ചിട്ട് അങ്ങനെയും സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു വെറൈറ്റി സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ.